കായംകുളം മാർക്കറ്റ് പ്രദേശത്ത് LDF സ്ഥാനാർത്ഥി യു പ്രതിഭ വ്യാപാരികളെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിച്ചു. LDF നേതാക്കൾക്കൊപ്പം പദയാത്രയായി ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിയാണ് വോട്ടഭ്യർത്ഥിച്ചത്. കായംകുളം മാർക്കറ്റ് പ്രദേശത്ത് LDF സ്ഥാനാർത്ഥി യു പ്രതിഭ വ്യാപാരികളെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. LDF നേതാക്കൾക്കൊപ്പം പദയാത്രയായി ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും എത്തിയാണ് വോട്ട് അഭ്യർത്ഥിച്ചത്. കായംകുളം പ്രതാങ്ങമൂട് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പര്യടനം ടൗണിലെ പാർക്ക് ജംഗ്ഷനിലാണ് സമാപിച്ചത്. വളരെ മനോഹരമായി മണ്ഡലത്തെ ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തെ എത്രത്തോളം ഭംഗിയാക്കി ഡിസൈൻ ചെയ്യാമെന്ന് ഞങ്ങളെല്ലാം പരിശ്രമിച്ചതിൻ്റെ ഭാഗമായിട്ട് കേരളത്തിലെ ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങളുടെ ഒരു നല്ല നേർഫലം കൊണ്ടുവന്നിട്ടുള്ള ഒരു അസംബ്ലി മണ്ഡലമാണ് കായംകുളം. നമുക്ക് തന്നെ അറിയാം, വലിയ യാത്രാ ദുരിതമുണ്ടായിരുന്ന ഒരു പ്രദേശമാണിത്. ഒന്നാം പിണറായി സർക്കാർ വന്നതിന് ശേഷം വലിയ തരത്തിലുള്ള ഫണ്ട്, അതിപ്പം കിഫ്ബി മാത്രമല്ല മറ്റെല്ലാ മേഖലകളിലും ബജറ്റ് ഫണ്ടൊക്കെ ആണെങ്കിൽ തന്നെ തരുന്നതൊക്കെ തന്നെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് നന്നായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഈ കാലയളവിൽ ധാരാളം റോഡുകളും സ്കൂൾ കെട്ടിടങ്ങളും ഞാൻ പലപ്പോഴും സന്തോഷത്തോടെ ഓർക്കാറുണ്ട്. ഒരു MLAയുടെ 5 വർഷം അല്ലെങ്കിൽ 10 വർഷക്കാലമൊന്നും ഒരു 10 സ്കൂൾ തന്നെ പൂർത്തിയാക്കുക എന്ന് വെച്ചാൽ പ്രയാസം. ഇവിടെ ഏകദേശം 24ഓളം സ്കൂളാണ് പുതിയതായിട്ട് പണിയാൻ കഴിഞ്ഞത്. അപ്പം നമുക്കറിയാം, പണി പൂർത്തിയായിക്കൊണ്ടിരിക്കുന്ന താലൂക്ക് ആശുപത്രി വലിയൊരു മാറ്റമാണ് അവിടെ വരാൻ പോകുന്നത്. താലൂക്ക് ആശുപത്രിയാണ് അത് എന്നുകൂടി നമ്മൾ വിചാരിക്കണമാണ്. തൊട്ടടുത്ത് മാവേലിക്കരയൊക്കെ ജില്ലാ ആശുപത്രികളാണ്. നമ്മുടെ താലൂക്ക് ആശുപത്രിയിൽ ജില്ലാ ആശുപത്രി പോലെ ആൾക്കാർ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങൾ ചെയ്യുകയാണ്. ഇപ്പോഴത്തെ സൗകര്യത്തിൽ തന്നെ 250ഓളം പേഷ്യൻസിന് ഡയാലിസിസ് അടക്കം കൊടുക്കുന്ന ഒരു സംവിധാനം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. സ്ത്രീകൾക്കും കുഞ്ഞുങ്ങൾക്കും വേണ്ടിയിട്ടുള്ള പ്രത്യേക ബ്ലോക്ക് അതും നല്ല രൂപത്തിൽ നടക്കുന്നു. മാർക്കറ്റ് പാലം ഇപ്പോൾ നമ്മൾ നിർമ്മാണോദ്ഘാടനം ചെയ്തു. താൽക്കാലിക പാലം നിർമ്മിച്ചു കഴിഞ്ഞ് പുതിയ പാലത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കും. വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ കുറേ കൂടി മാർക്കറ്റിലെ വ്യാപാരികൾക്കും പ്രത്യേകിച്ച് ഒരുപാട് അധ്വാനിക്കുന്ന തൊഴിലാളി സുഹൃത്തുക്കളും അവിടെയുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മുടെ മാർക്കറ്റിന് ഒരു ഗതകാല പ്രൗഢിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയും എന്നുള്ളത് ഉറപ്പാണ്. 10 വർഷം മുമ്പത്തെ പട്ടണം ഇങ്ങനെ ആയിരുന്നില്ല, എല്ലായിടവും മാലിന്യമായിരുന്നു. അതൊക്കെ തന്നെ ഒരു നല്ല പരിധി വരെ ഈ 10 വർഷക്കാലത്തെ കായംകുളം നഗരസഭയുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി, ഗവൺമെൻറ്റിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി മാലിന്യമുക്ത നവകേരളത്തിൻ്റെ ഭാഗം ഇപ്പോൾ ഹരിതകർമ്മ സേന പോലും വന്നത് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു മിഷനാണ്. ഇപ്പോൾ ഈ മാസം തന്നെ ഈസ്റ്റർ, വിഷു 2 ആഘോഷങ്ങളാണ് വരുന്നത്. ഒരു വീട്ടിൽ തന്നെ പ്രായമുള്ള ഒരു അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരാൾക്ക് തന്നെ 4000 രൂപ വെച്ച് 2 പേർക്ക് അവിടെ 8000 രൂപ ആ ഒരു വീട്ടിൽ കൊടുക്കുകയാണ്. വിഷു ഈസ്റ്ററും അച്ഛനമ്മമാരെ സംബന്ധിച്ചെല്ലാം വലിയ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം മക്കൾക്കും കൊച്ചുമക്കൾക്കും ഒക്കെ അവരെ സഹായിക്കാനൊക്കെ കഴിയുന്ന സമയമാണ്. കേരളത്തിലെ ഗവൺമെൻറ് അതാണ് 2000 കോടി രൂപയാണ് ആ മേഖലയിൽ തന്നെ കൊടുക്കുന്നത്. ഇതൊക്കെ ചരിത്രമാണെന്നേ. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആൾക്കാരോട് ഈ ശരിയായ രാഷ്ട്രീയവും ശരിയായ വികസനവും ശരിയായ ക്ഷേമ പ്രവർത്തനങ്ങളും പറഞ്ഞാണ് വോട്ട് ചോദിക്കുന്നത്. മറ്റൊരു വ്യാജ പ്രചരണവും ഞങ്ങൾക്കില്ല. നേതാക്കളായ P. ഗാനകുമാർ, ഷെയ്ഖ് P. ഹാരിസ്, A. ഷിജി, സലീം മുരുക്കുമോട്, സാദിദ് ഹമീദ്, KN ജയറാം, താജുദ്ദീൻ വളുത്തറ, സക്കീർ മല്ലഞ്ചേരി എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.